വെള്ളത്തിൽ വീണ വിവശൻ കഴുതയെ ഒറ്റയ്ക്ക് ചുമന്ന് കരയിലെത്തിച്ച പാഥേയൻ കഴുതയെ ഞാൻ ഈ പുല്ലുമാലയിട്ട് അനുമോദിക്കുന്നു. കൈയടിച്ചോ. ഇനി പാർത്ഥേയൻ കഴുത പ്രസംഗിക്കും. അത് പിന്നെ വിവശൻ കഴുതയെ ഞാൻ ഒറ്റയ്ക്കാണ് ചുമന്നത്. മാത്രമല്ല ഞാൻ ഒറ്റയ്ക്ക് വിവശൻ കഴുതയെ ചുമന്നു. പിന്നെ ഞാൻ വിവശൻ കഴുതയാണ് ഒറ്റയ്ക്ക് ചുമന്നത്. മറ്റൊരു കാര്യം, ഒറ്റയ്ക്ക് ഞാനാണ് വിവശൻ കഴുതയെ. ഇതോടെ ഈ അനുമോദന യോഗം അവസാനിച്ചു. അനുമോദനം? നമ്മൾ എന്തൊക്കെ ചെയ്താലും അനുമോദിക്കാൻ ആരുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കടിയനെ ഇതുപോലെ രക്ഷിച്ചതാ. ചാവാൻ കിടന്നപ്പോൾ ഞാനാ മരുന്നുണ്ടാക്കാൻ കാക്കമുട്ട കട്ടെടുത്ത് കൊടുത്തത്. അന്ന് ആ കാക്കമുട്ട കിട്ടിയില്ലായിരുന്നെങ്കിൽ അങ്ങേര് ചത്തുപോയേനെ. എന്നിട്ട് ഒരുത്തനെങ്കിലും എന്നെ അനുമോദിച്ചോ? ഇല്ലല്ലോ. കഴുതയ്ക്ക് പുല്ലുമാല, നമുക്കോ തല്ലുമാല. സൂത്ര, തന്നെ അനുമോദിക്കാൻ ഞാൻ പറഞ്ഞു. കഴുതകൾ സമ്മതിച്ചടോ. സത്യമാണോ? അതേടോ, ഇന്ന് വൈകിട്ട് ജലദോഷിക്കുന്നില്ല അനുമോദനം. ചേരുക്കടുവ പറഞ്ഞിട്ടാണ് സൂത്രൻ്റെ ഈ നേട്ടം നമ്മൾ അറിയുന്നത്. എന്താണ് നേട്ടമെന്നല്ലേ? അദ്ദേഹം ഒരു കാക്കമുട്ട ഒറ്റയ്ക്ക് ചുമന്നു. അതെ സുഹൃത്തുക്കളെ, കാക്കക്കൂട്ടിൽ നിന്ന് കട്ടെടുത്ത മുട്ട സൂത്രൻ ഒറ്റയ്ക്കാണ് ചുമന്നത്. ഹമ്പട, പിടിയടാ മുട്ടക്കളനെ. അറിഞ്ഞോ, ചേരുക്കടുവയ്ക്ക് കഴുതകളുടെ സ്വീകരണം കാക്ക കൊത്തിയ സൂത്രനെ ഗുഹ വരെ ഒറ്റയ്ക്ക് ചുമന്നതിനാ.